തമിഴ് സിംഗമായിട്ടുള്ള അണ്ണാമലയെ അപ്രതീക്ഷിതമായിട്ടാണ് BJP അധ്യക്ഷ സ്ഥാനം തമിഴ്നാട്ടിലെ അവിടെ നിന്നും എടുത്തു മാറ്റിയത്. അമിത്ഷാ നേരിട്ട് വന്ന് 2 മണിക്കൂറാണ് അണ്ണാമലയുമായി ചർച്ച നടത്തിയത്. നമുക്കറിയാം, അമിത്ഷാ സമയത്തിന് വളരെ വിലയുള്ള മനുഷ്യനാണ്. അമിത്ഷാ കൂടിപ്പോയാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും തന്നെ BJP നേതാക്കളായിട്ട് ആരുമായിട്ടും ചർച്ച നടത്താറില്ല. അത് എത്ര വലിയ ഔദ്യോഗിക ചർച്ചയായിരുന്നാലും ശരി തന്നെയാണ്. ഇല്ലെങ്കിൽ വലിയ വലിയ പ്രതിരോധ മീറ്റിങ്ങുകളൊക്കെ വരണം. പക്ഷേ അണ്ണാമലയ്ക്ക് അമിത്ഷായുടെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അണ്ണാമലയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം. അണ്ണാമലയുടെ അടുത്തേക്ക് അമിത്ഷാ വരുന്നു. 2-2.5 മണിക്കൂർ അണ്ണാമലയെ ഇരുത്തി ചർച്ച നടത്തുന്നു. എന്താണ് അമിത്ഷായുടെ പ്ലാൻ എന്ന് വിശദീകരിക്കുന്നു. അതിനുശേഷം അമിത്ഷാ BJP തമിഴ്നാട് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് പോകുന്നു. അമിത്ഷാ അണ്ണാമലയെ അവിടെ നിർത്തിയിരിക്കുന്നു. എന്ത് പദവിയായിരിക്കും അണ്ണാമലയ്ക്ക് കൊടുക്കാൻ പോകുന്നത് അമിത്ഷാ എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ ഉയരുന്നു. അതിനിടയിൽ AADMKയും BJPയും തമ്മിൽ തമിഴ്നാട്ടിൽ സഖ്യമുണ്ടാക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2024 സ്റ്റാലിനെതിരെ വലിയ സഖ്യകക്ഷിയായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് അവിടെ നടന്നു വരികയാണ്. AADMK തന്നെയാണ് അണ്ണാമലയെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുമായി സഖ്യമുണ്ടാക്കാൻ എന്ന് പറഞ്ഞത്. കാരണം അണ്ണാമലൈ വളരെ സ്ട്രിക്റ്റാണ്. അണ്ണാമലൈ AADMKയുടെ ഉടായ്പകൾക്കൊന്നും കൂട്ടുനിൽക്കില്ല. എന്തായാലും അണ്ണാമലൈ പുറത്തിറങ്ങിയ ശേഷം ഇപ്പോൾ TNIയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം അണ്ണാമലയെ BJPയുടെ തന്നെ ഏറ്റവും ഉയർന്ന പദവിയായിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള BJP ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക്, നാഷണൽ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് അണ്ണാമലയെ കൊണ്ടുവരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. TNI ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ട് അണ്ണാമലൈ. ഈ നാഷണൽ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള പവറുള്ള ഒരു പോസ്റ്റാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നാഷണൽ പ്രസിഡന്റ് BJPയിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ തൊട്ട് താഴെ നാഷണൽ ജനറൽ സെക്രട്ടറിയായി അണ്ണാമലൈ അവരോധിതനാകുമ്പോൾ അണ്ണാമലൈ ഇന്ത്യ ഇളക്കി മറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം തനിക്ക് ലഭിച്ചിട്ടുള്ള കർമ്മങ്ങൾ ആ കർമ്മമണ്ഡലത്തിൽ അതിഗംഭീരമായി നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയാണ് അണ്ണാമലൈ. IPS ആയിരുന്നപ്പോൾ അണ്ണാമലൈ ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അണ്ണാമലൈ ഒരു തലവേദന തന്നെയായിരുന്നു. കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അണ്ണാമലൈ പുറത്തു കൊണ്ടുവരും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ രക്ഷിക്കാനായി എല്ലാവരും ചേർന്ന് സംഘടിതമായി നിൽക്കുമ്പോൾ അണ്ണാമലൈ മാത്രം പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തി പോലീസുകാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ ഒരു രാത്രി കൊണ്ട് അതിലെ സമ്പൂർണ്ണ ആൾക്കാരെയും സസ്പെൻഡ് ചെയ്ത ഒരു IPS ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അണ്ണാമലൈ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷം ഭയക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അണ്ണാമലൈ ഉടനെ തന്നെ BJPയുടെ ജനറൽ സെക്രട്ടറി ആകും എന്നാണ് ആസ് പെർ TNI റിപ്പോർട്ട് പ്രകാരം നമുക്ക് പറയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.